ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് ഇവിടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വചനം വായിക്കാം. 2 തെസ്സലോനിക്കർ 5:21 സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത് സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. ദൈവമക്കളെ, നാം സകലതും ഏത് കാര്യമായാലും നാം ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾക്ക് പറ്റിയതാണോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്നതാണോ? നമ്മൾ നല്ലതിനെ മുറുകെ പിടിക്കുക, വേണ്ടാത്തതിനെ കളയുക. നമ്മളെ വചനത്തിൽ ആശ്രയിച്ച് നമ്മൾ ദൈവമക്കളായ നാം ഓരോരുത്തരും നമുക്ക് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും പോയി തലയിടാതെ, വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും പോയി നാം ഏർപ്പെടാതെ, അതിനെല്ലാം നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട് നല്ലതിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചുകൊണ്ട് ഈ നാളുകളിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ഹല്ലേലൂയ നടത്തി പാലിപ്പാൻ ശക്തനാണ്. ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ സർവ്വകൃപാലുവായ ദൈവം എന്നെയും ഈ ദിവസങ്ങളിൽ കരങ്ങളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അവൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം. ഒന്നുമായിട്ടില്ല, ഏതുമായിട്ടില്ല എന്ന് സമ്മതിക്കുന്നു. ഓരോ ദിവസവും എഴുന്നേൽക്കുവാൻ വേണ്ടുന്നതായ ആ ബലവും ശക്തിയും ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയൊക്കെ നമുക്ക് നൽകുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണ, ദയ ഒന്നുകൊണ്ട്, വിശ്വസ്തത ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മുടെ കഴിവോ സാമർഥ്യമോ പണമോ പ്രതാപമോ പ്രശംസയോ ഒന്നുമല്ല. ഈ ലോകത്തിൽ നാം കണ്ണോടിക്കുമ്പോൾ ഹല്ലേലൂയ എത്രയോ പേർക്ക് കിട്ടാത്ത ഈ സാഹചര്യം, സൗഭാഗ്യം നമുക്ക് ലഭിച്ച ആ വൻ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാൻ, സ്തുതിക്കാം. ഹല്ലേലൂയ സകലതും ഹല്ലേലൂയ നല്ലതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനവുമായി ഹല്ലേലൂയ നിലനിൽക്കുമ്പോൾ നമ്മെ നിലനിർത്തേണ്ടതിന് അല്ലെങ്കിൽ ഹല്ലേലൂയ അവിടെ നാം പലവിധമാകുന്ന ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ജീവിത സാഹചര്യത്തിലൊക്കെ കടന്നു വരുമ്പോൾ പല പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ നമ്മുടെ നേരെ ആഞ്ഞടിക്കുമ്പോൾ അവിടെയെല്ലാം നാം പതറിപ്പോകാതെ നമ്മെ തകർത്ത് കളയാതെ ഹല്ലേലൂയ അവിടെ നല്ലതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകുന്നുവെങ്കിൽ നമ്മൾക്ക് എല്ലാത്തിനും പരിഹാരമായി സ്വർഗത്തിലെ ദൈവം നമ്മെ നടത്തി പാലിക്കും. ഹല്ലേലൂയ നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. പലരും നമ്മെ തള്ളിക്കളയുമ്പോൾ ദൈവം നമ്മെ തള്ളിക്കളയാതെ മാർബോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മെ അവൻ്റെ സ്വന്തം ജനമാക്കി തീർക്കേണ്ടതിന് സ്തോത്രം നാം നല്ലതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണ്ടാത്തതിനെ ഉപേക്ഷിച്ചുകൊണ്ട് എന്ന ആളുകളായിരിക്കാം. നമുക്ക് ഹല്ലേലൂയ നമുക്ക് ചില പ്രമാണങ്ങളുണ്ട്. വേണ്ടാത്തതൊന്നും നമുക്ക് ഭക്ഷിപ്പാൻ സാധിക്കില്ല, വേണ്ടാത്തതിനകത്തൊന്നും നമ്മൾ ചെന്നു ചേരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഹല്ലേലൂയ ആവശ്യമില്ലാത്തടുത്ത് നമുക്ക് പോകാൻ പാടില്ല. അങ്ങനെ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ, വചനം പ്രമാണിച്ച് നാം മുമ്പോട്ട് പോകുന്നുവെങ്കിൽ അവൻ നമ്പി മാനിപ്പാൻ ശക്തനാണ്. ദേശത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ അവൻ നമ്പി ഹല്ലേലൂയ ലജ്ജിക്കാതെ നിലനിർത്തുന്ന ഒരു ഉത്തമ സാക്ഷിയായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഹല്ലേലൂയ ഒരുക്കും. ഹല്ലേലൂയ അതിനു വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കാം. പലപ്പോഴും ഹല്ലേലൂയ അർഹതയില്ലാത്ത ഈ സ്ഥാനത്ത് നിലനിർത്തിയത് ഓർത്താൽ ഹല്ലേലൂയ നിലനിൽപ്പാൻ കഴിയാതെ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ ആയിരുന്നപ്പോൾ പർവ്വത സമാനമായ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ശത്രുമുഖി കളയുമെന്ന് ഹല്ലേലൂയ സ്തോത്ര ഉറച്ചു നിന്നപ്പോൾ അതിൻ്റെ ഹല്ലേലൂയ എല്ലാം നടുവിൽ നമ്മെ മാനിച്ചുയർത്തി ആ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. നന്ദി അല്ലാതെ ഒന്നും പറയുവാനില്ല. ഹല്ലേലൂയ ലോകത്തിൻ്റെ മുകളിലേക്ക് വിരിഞ്ഞോടുമ്പോൾ ഹല്ലേലൂയ എല്ലാം സകലതും മറന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ നാളിൽ അവൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് നമുക്ക് ഓടാം. ഹല്ലേലൂയ അതിനുവേണ്ടി നമുക്ക് തയ്യാറോടായിരിക്കാം. സ്തോത്ര നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിട്ട് വിടുതലാകട്ടെ ഈ വചനം. എല്ലാവരെയും ഹല്ലേലൂയ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.